അസ്സലാമു അലൈക്കും. സഹറാബാനു കുക്കിംഗ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രെയിൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസ് ആണ്, കുട്ടികൾക്കെല്ലാം കൊടുക്കാം. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ഒരു ബ്രെയിൻ എടുത്തിട്ടുണ്ട്, അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 2 എഗ്ഗാണ്, പിന്നെ 2 ടീസ്പൂൺ പെപ്പർ, അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം, അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബ്രെയിൻ നല്ലപോലെ സ്മാഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ പീസുകളൊന്നും കാണാത്ത വിധത്തിൽ, അനുഭവപ്പെടാത്ത വിധത്തിൽ നമുക്ക് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ 2 എഗ്സും നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ ബ്രെയിനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് മറ്റ് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഓപ്ഷണലാണ് മല്ലിപ്പൊടി, അത് വേണമെന്നില്ല, ചിലവരൊക്കെ യൂസ് ചെയ്യും, പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വയ്ക്കുക. അതിനുശേഷം ഓയിൽ ഒഴിച്ചതിന് ശേഷം, ഹീറ്റായതിന് ശേഷം നമുക്ക് ഈ ബ്രെയിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഈ ബ്രെയിൻ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഒരു ടോപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. ഇത് നല്ലപോലെ കുക്കാവണം കേട്ടോ. ഇത് ബ്രെയിൻ അല്ലേ, അപ്പോൾ നല്ലപോലെ കുക്കാണ്. ഓംലെറ്റിൻ്റെ കുക്കിംഗ് ടൈം പോരാ, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് 2 സൈഡും വേവിക്കണം. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രെയിൻ ഫ്രൈ, ഓംലെറ്റ് എന്നും വിളിക്കാം ഇതിന്. ഇനി നമുക്കിത് സാൻഡ്വിച്ചായിട്ടോ കുബൂസിലോ അല്ലെങ്കിൽ ബ്രെഡിലോ എല്ലാം സെർവ് ചെയ്യാം. ഞാനിത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ബ്രെഡിൽ വെച്ചിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.